ഡോക്ടർ ഹാരിസ് അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഉന്നയിച്ച വിഷയത്തിന്മേൽ ഒരു വിദഗ്ധ സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടേഴ്സിനെ മുതിർന്ന ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ആ വിദഗ്ധ സമിതി വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ രേഖകളെല്ലാം പരിശോധിച്ച് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അപ്പോൾ ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. അതുമാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ HDCയുടെ കോളേജിൽ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ആയിട്ടുള്ള സൂപ്രണ്ടിൻ്റെ പർച്ചേസിങ് പവർ അത് കൂട്ടണമെന്നുള്ളതാണ്. അതിപ്പോൾ കുറച്ചതല്ല, അത് അങ്ങനെ നിലനിന്ന് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളമായിട്ട് രോഗികളെത്തുന്നു, ധാരാളമായി ആവശ്യം അത് കൂടുന്നു, വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മാത്രം വിഷയമായിട്ട് ഗവൺമെൻറ് കാണുന്നില്ല. എല്ലാ മെഡിക്കൽ കോളേജുകളിലും HDC സെക്രട്ടറിമാർക്ക്, സൂപ്രണ്ടുമാർക്ക് പർച്ചേസിംഗ് പവർ, അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനൊരു ഹയർ ലെവൽ, അത് മൊത്തം ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മാത്രം വിഷയമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ് എന്ന് ഗവൺമെൻറ് കണ്ടിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആശുപത്രികളിലും ഒക്കെ ജനപ്രതിനിധികളൊക്കെ ഉപകരണങ്ങൾ വാങ്ങിച്ച് നൽകും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഫണ്ടിൽ നിന്ന് പണം വെക്കും. MLA-മാരും MP-മാരും ഒക്കെ വെക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫർദറായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള റുട്ടീനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നടപടി ക്രമം മാത്രമാണ്. അല്ല, അതൊക്കെ റിപ്പോർട്ടുകളിലാണല്ലോ പറയേണ്ടത്. അത് അതല്ല യൂറോളജി അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ അതിലുണ്ട് എന്നുള്ളത്. ഒന്ന് ഡോക്ടർ ഹാരിസിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട, അതിപ്പോൾ നിലവിലുള്ള ചട്ടപ്രകാരം നടപടികൾ എടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും പറ്റില്ല, ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ DMEയുടേതായിട്ടുള്ള ആ നടപടി ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പർച്ചേസിങ് പവർ കൂട്ടുക എന്നുള്ള കപ്പാസിറ്റി, അതിൻ്റെ കാരണം എന്താണ്? മുമ്പുള്ള സ്ഥിതിയല്ല മെഡിക്കൽ കോളേജിൽ, ധാരാളമായിട്ട് ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അവർ കണക്കെടുത്തിട്ടുണ്ട്, ഓരോ വർഷവും ഡിപ്പാർട്ട്മെൻറ്റിൽ ചെലവഴിച്ച തുക എത്ര. ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത്. ഓരോ വർഷത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപുള്ള കാലത്തെക്കാളും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൂടി, അതിനേക്കാളും കൂടുതൽ ഈ കാലഘട്ടത്തിൽ, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള നമ്മൾ അവിടെ തുക ഉപയോഗിച്ച് ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങിച്ചിട്ടുള്ളത് അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് പർച്ചേസിംഗ് കപ്പാസിറ്റി HDSൻ്റെ, അത് ഗവൺമെൻറ്റിലേക്ക് വരുന്നില്ല, HDSൻ്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ സൂപ്രണ്ടിൻ്റെ പർച്ചേസിംഗ് പവർ കൂട്ടണമെന്നുള്ളത് അതൊരു മെഡിക്കൽ കോളേജിനെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, മുഴുവൻ
മുഴുവൻ മെഡിക്കൽ കോളേജുകളെയും ബാധിക്കുന്നതാണ്. അത് മാത്രമല്ല ഇതിലൊക്കെ ഉള്ള ഇപ്പോൾ പറയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ തന്നെ ഈ അതിലൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പ്രൊസീജിയറുകളാണ്. അപ്പോൾ ആ പ്രൊസീജിയർ ഒരു ഉദ്യോഗസ്ഥൻ മാറ്റിയാൽ ആ ഉദ്യോഗസ്ഥൻ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും നിന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഹയർ ലെവൽ കമ്മിറ്റി വച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഇത് പഠിക്കാമെന്ന് വെച്ചാൽ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടണം, HDSൻ്റെ പ്രൊസീജിയേഴ്സ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ. അപ്പോൾ അതാണ് ഈ സമിതിയുടെ ഒരു നിർദ്ദേശമായിരുന്നു. ഒരു കാര്യം കൂടി അതിന് മറ്റൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ. അപ്പോൾ അങ്ങനെ പല തലത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. അതെ അത് ഈ റിപ്പോർട്ട് ഈ സമിതി ആ ഡിപ്പാർട്ട്മെന്റിലെ കാര്യം മാത്രമാണ് നോക്കിയത്. അല്ല, ഒരു പ്രധാന മെഷീന്റെ ഇത് ഞാൻ പറഞ്ഞതേ ഈ ഒരു റുട്ടീനായിട്ടുള്ള നടപടി മാത്രമല്ല, പല കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. അതിലൊന്നാണ് ഹയർ സമിതിയുടെ മറ്റൊരെണ്ണം ഈ തരത്തിൽ അവിടെ ഒരു മെഷീൻ കാണുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സമിതി കണ്ടെത്തിയതാണത്. അപ്പോൾ അത് ഈ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് കാണട്ടെ. കാരണം അതിലൊക്കെ കൃത്യമായ രജിസ്റ്റേഴ്സ് ഉള്ളതാണല്ലോ. അല്ല, അത് സമിതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഇതില് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ ഈ നോട്ടീസിൽ. അങ്ങനെയൊന്നും ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. അല്ല അങ്ങനെയല്ലല്ലോ. ഇത് മാധ്യമങ്ങൾ ദയവായിട്ട് സത്യം പറയണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാധ്യമങ്ങൾ ദയവായിട്ട് ചില മാധ്യമങ്ങളെങ്കിലും അതിൽ സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സമിതി നമ്മൾ സമിതി വെക്കില്ലല്ലോ. ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട്, അത് ആരുടെയാണ്? സൂപ്രണ്ടിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചൊരു കമ്മിറ്റിയെ വെക്കില്ലല്ലോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നത്? ഈ സർക്കാരിന്റെ കാലത്തല്ല പർച്ചേസിംഗ് കപ്പാസിറ്റി കുറച്ചത്. എന്തുകൊണ്ടാണ് കൂട്ടേണ്ട സാഹചര്യം ഉണ്ടായത്? അത്രയും അധികം ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഡിപ്പാർട്ട്മെന്റിൽ എത്തുകയും അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് തുടർന്ന് പോന്നാൽ മതിയായിരുന്നു. അല്ല, അതിലൊന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞതിനൊന്നും ഞാൻ കമന്റ് ചെയ്തില്ല. നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്. അത് ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ്. അത് റൊട്ടീനായിട്ടുള്ള നടപടിക്രമമാണ്.